അധ്യാത്മരാമായണം ആരണ്യകാണ്ഡം 16-ാം ദിവസം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിച്ച് ശ്രീരാമൻ അത്രി മഹർഷിയോട് യാത്രാനുമതി ചോദിച്ചു. ബ്രഹ്മാവിൻ്റെ പ്രിയപുത്രനായ താപസശ്രേഷ്ഠ, ഞങ്ങൾക്ക് മുനി സമൂഹം വസിക്കുന്ന ദണ്ഡകാരണ്യത്തിലേക്ക് പ്രയാസമൊന്നും കൂടാതെ പോകാൻ അനുഗ്രഹിക്കണം. കരുണാനിധി പണ്ഡിത ശ്രേഷ്ഠ, ഞങ്ങൾക്ക് വഴി കാട്ടുന്നതിനായി ശിഷ്യന്മാരെ കൂടി അയച്ചു തന്നാലും. മഹാരണ്യ പ്രവേശം. പ്രത്യൂഷസിദ്ധായ തൻ നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ടരീകോതഭവഷ്ടപുത്ര, ഞങ്ങൾക്കു മുനി മണ്ഡലമണ്ഡിതമാം ദണ്ഡകാരുണ്യത്തിനു ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധി തപോനിധി, ഞങ്ങളെ പെരുവഴി കൂട്ടണമതിനിപ്പോൾ ഇങ്ങു നന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങീടും കൗതുകുലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനിതാനുമൊട്ടു പിന്നാലെ ചെന്നു. അന്നേരം തിരിഞ്ഞു നിന്നരുള ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞെഴുന്നള്ളിടണം, അന്തികേ ശിഷ്യജലമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർമ്മശാല മൂക്കേരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നരാവരപ്പോൾ മുന്നിലാമാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യകളോടരുള ചെയ്തു രാമൻ, നദീ കടപ്പാനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലി